റിച്വൽ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. മൂന്നാമതായിട്ട് എന്ത് ടൂളാണ് മാനിഫെസ്റ്റേഷൻ സ്പീഡാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് സുപരിചിതമാണ്. സോഷ്യൽ മീഡിയാസ് ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക്കും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മുടെ മനസ്സൊന്ന് കാമാകാനും ഒക്കെ ആയിട്ട് ഈ ഒരു മെഡിറ്റേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കിട്ടുന്ന ടൈം അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. മോർണിംഗ് നമുക്ക് ജസ്റ്റ് ആ മ്യൂസിക് പ്ലേ ചെയ്യുന്നു, കണ്ണടച്ചിരുന്ന് ബ്രീത്ത് എടുത്ത് എന്തൊക്കെയാണോ അതിനകത്ത് ഗൈഡഡ് മെഡിറ്റേഷൻ ആണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അത് അതേപോലെ ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ഭയങ്കര ഹറിബറി ആയിട്ടുള്ള ഒരു ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരിക്കും. അയ്യോ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ടൈം കിട്ടുന്നത് നിങ്ങൾക്ക് മോർണിംഗ് ആണ് ടൈം കിട്ടുന്നതെങ്കിൽ മോർണിംഗ് ചെയ്യുക, ഈവനിങ് ആണ് ചെയ്യാൻ ടൈം കിട്ടുന്നതെങ്കിൽ ഈവനിങ് ചെയ്യുക. ജസ്റ്റ് അതിന് കൃത്യമായിട്ടൊരു ടൈമോ അങ്ങനെയൊന്നുമില്ല. മോർണിംഗ് ചെയ്ത അധികം ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലത്തിരുന്ന് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പതിയെ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക. നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. നമ്മൾ എത്രയൊക്കെ വിഷമത്തിലാണെങ്കിലും നമ്മൾ എത്രയൊക്കെ ഭയങ്കര ഒരു വിഷമഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ പതിയെ അതിലൊരു മാറ്റം വരുന്നുണ്ടാവും. ഓക്കെ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 4th ടൂള് എന്താണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.